ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാനൊരു വിശേഷപ്പെട്ട റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. പലർക്കും ഒരുപാട് ഉപയോഗമുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഈ വേപ്പിൻ്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇതുകൊണ്ട് എന്ത് കൂട്ടാനാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കാൻ പോകണമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണേ അല്ലേ? അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്ത് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകണമെന്ന്. നോക്കിക്കോളൂ. 1 2 3. ഇത് കണ്ടോ? രാവിലെ ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോഴാണ് എൻ്റെ ചെടിയിൽ ഇതുപോലെ ഒരുപാട് കീടങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. നല്ല ചെമ്പരത്തിയുടെ തലയിൽ നിറയെ പൂക്കുന്നതാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കീടനാശിനി തന്നെ ഉണ്ടാക്കിയിട്ട് തളിച്ചു കൊടുത്ത് നോക്കാന്ന്. പോവാണെങ്കിൽ പോട്ടെ. അപ്പോൾ അതിന് കുറച്ച് വേപ്പില വേണമായിരുന്നു. ഇത് ഞാൻ എവിടെയോ കണ്ടതാണ്, ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് കണ്ട ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. അതിന് കുറച്ച് വേപ്പിൻ്റെ ഇല വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയുടെ വെളിയിലെ റോഡിന്റെ മറുവശത്ത് ലൈനിൽ ഇങ്ങനെ വേപ്പിൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതുണ്ട്. അതിന്റെ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ അതിന്റെ ഇലകളൊക്കെ നിൽക്കുന്നത്. കിട്ടുമോ നോക്കട്ടെ പറഞ്ഞൊന്ന് പോയി നോക്കി. അപ്പോൾ ഒരു തണ്ട് എനിക്ക് പിടിക്കാൻ കിട്ടി. അപ്പോൾ അതിന്ന് ഒരു 2 കമ്പ് പൊട്ടിച്ചുകൊണ്ട് വന്നതാ. ഇനി കുറച്ച് അലോവേരയും കൂടി വേണം. അലോവേര പിന്നെ എൻ്റെ ഗാർഡനിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു തണ്ട് ഒരു 8 വർഷം മുമ്പ് മുള്ളണ്ടിലെ എൻ്റെ സിസ്റ്ററിലോടെ വീടുണ്ട്, അവരുടെ വിൻഡോയിൽ ഒരു ചെടി ഉണ്ടായിരുന്നു. അതിന്ന് ഒരു പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നതാ. എടുത്തുകൊണ്ട് വന്ന് വെച്ച് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ അലോവേര ഉണ്ട്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ ചെടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എണ്ണ കാച്ചാനായിട്ടും വല്ല മരുന്നിനായിട്ടും ഒക്കെ വേണമെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് വരാറുണ്ട്, ഒരു കഷ്ണം തരുമോ ചോദിച്ചുകൊണ്ട്. പക്ഷെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ ഇത്. അപ്പൊ ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ കേട്ടോ, വെള്ളവും കൂടി ചേർത്തിട്ട്. ഇതിപ്പോ 2 തവണയായിട്ട് അരയ്ക്കാനുള്ളതുണ്ട് അതിൽ കേട്ടോ. കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ബോട്ടിലാക്കിയിട്ടേ. ഇതിപ്പോ ഒറ്റ തവണ അടിച്ചതുകൊണ്ട് ഈ കീടങ്ങളൊന്നും അത്ര പെട്ടെന്ന് പോകും തോന്നണില്ല. അത്ര അധികം നിറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് നിറഞ്ഞ ഞാൻ കണ്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ പറ്റി പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തരം കീടം. ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിന്റെ പേരെന്താണെന്ന് ഇനി നോക്കണം. അപ്പൊ ഇതിന് എന്താ പ്രതിവിധി എന്ന് എനിക്കറിയില്ല. ഇപ്പൊ തൽക്കാലം ഇത് ഒഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്, ഇത് തളിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കണം, അരിച്ചെടുക്കണം. അത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്യാനുള്ളതല്ലേ. കരട് വല്ലതും ഉണ്ടെങ്കിലുണ്ടല്ലോ സ്പ്രേ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് വരില്ല, അത് നന്നായിട്ട് സ്പ്രേ ആവില്ല. അപ്പം ഞാൻ ആ ബോട്ടിലിൽ ഒരു തോർത്ത് മുണ്ടിൻ്റെ വെച്ചിട്ട് അതിൽ കൂടെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നല്ല കൊഴുപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് അങ്ങ് പോകുന്നില്ല താഴത്തേക്ക്. അപ്പോൾ ഇത് ഒരു വായവട്ടമുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടി വരുന്ന തോന്നണത്. അപ്പം നോക്കട്ടെ, ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും അരച്ചെടുത്ത് പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ വേറൊരു വായവട്ടമുള്ള പാത്രം എടുത്തു. പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് നോക്കിയപ്പോൾ അത് വർക്കായി കേട്ടോ. ഇത് പിഴിഞ്ഞെടുത്തു നന്നായിട്ട്. പിഴിഞ്ഞെടുത്തിട്ട് അത് ആ ബോട്ടിലേക്ക് നിറച്ചു ആദ്യം. അത് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ആദ്യത്തെ. പിന്നെ ബാക്കിയുള്ളതൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നുകൂടി ഞാൻ അരിച്ചെടുത്തു. അരിച്ചെടുത്തതിൻ്റെ ആ ചണ്ടി ഉണ്ടല്ലോ, അതിനെന്താ പറയുക, ചണ്ടിന്ന് തന്നെയല്ലേ, ഞങ്ങളൊക്കെ ചണ്ടി എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതിനെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ അത് ഉണങ്ങുകയാണെങ്കിൽ നമുക്ക് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഓരോ പിടി ചേർത്താം. കാരണം ഇത് നല്ലൊരു കീടനാശിനിയാണല്ലോ. മണ്ണിൽ വല്ല കീടങ്ങളുണ്ടെങ്കിലുമൊക്കെ അത് നശിച്ചു പൊക്കോളും. ഇത് കണ്ടോ, ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കി പരത്തി. അത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെയിലില്ല, വെളിയിലൊന്നും വെക്കാൻ പറ്റില്ല. ഫാനിൻ്റെ താഴെ വെച്ച് ഉണക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അപ്പോൾ ഈ വേസ്റ്റായിട്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം എന്തിനെങ്കിലും ഉപയോഗമായിക്കോളും അല്ലേ. അങ്ങനെ കണ്ടോ, ഒരു ബോട്ടിൽ നിറച്ചു. ഏകദേശം 1 ലിറ്ററോളം ഉണ്ടത്. അത് ഞാനിപ്പോൾ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വയ്ക്കും.
പിന്നെ ബാക്കിയുള്ളത് കുറച്ച് 2 സ്പൂണ് വിനീഗറും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ ഈ സ്പ്രേ ബോട്ടിലേക്ക് അങ്ങോട്ട് ഒഴിക്കാൻ പോവുക കേട്ടോ. ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളൂയിരിക്കും അല്ലേ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ എവിടെ നിന്നായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ കമൻറ്റും എനിക്ക് എഴുതണേ, പിന്നെ ലൈക്കും തരണം നിങ്ങളൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ ബോട്ടിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട്. ഞാൻ നോർമലായിട്ട് വേപ്പെണ്ണയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് പോലും ഞാൻ വേപ്പെണ്ണ തളിച്ച് കൊടുത്താണ്, എന്നിട്ടും ഒരു ഉപയോഗം ഉണ്ടായില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. ഇതുകൊണ്ട് വല്ല ഉപകാരം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം ഇത് ഉപയോഗമാവും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടെല്ലാം ഇത് വെളിപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഇത് ഞാനൊരിക്കൽ മീഷോന്ന് വാങ്ങിയ ഒരു വാട്ടർ സ്പ്രൗട്ടാണ്. വീട്ടിനകത്തുള്ള ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ നല്ല സൗകര്യമാണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ തളിക്കട്ടെ ഞാനിനി. Thank you all for watching my video.